ദിവസങ്ങൾക്ക് മാത്രം മുൻപുള്ള ഒരു അറസ്റ്റിൻ്റെ ദൃശ്യങ്ങളാണ്. വേടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ്. ഒന്ന് കാണിക്കാവൂ. നോക്കൂ, എത്രമാത്രം ശുഷ്കാന്തിയോടെയാണ് വേടനെ രണ്ട് കൈകളിൽ പിടിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ നോക്കൂ ഇറങ്ങി. ഇത് കേസെന്താണ്? ഇത് ഈ പറയുന്ന ചെറിയ അളവിൽ കഞ്ചാവ് പിടിച്ച കേസല്ല കേട്ടോ. ഇത് ഈ പറയുന്ന പുലിനകവുമായി ബന്ധപ്പെട്ടത് പുലിനകമാണോ എലിനകമാണോ എന്നറിയാത്ത, വനം വകുപ്പിനൊന്നും ഉറപ്പില്ലാത്ത, ഈ പറയുന്ന വേടൻ്റെ ശ്രീലങ്കൻ കണക്ഷനൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്ന നെറുകേട് പറഞ്ഞ ഒരു കേസാണ്. കൊണ്ടുവരുന്ന മട്ട് കണ്ടോ? വേടനെ കൊണ്ടുവരുന്ന മട്ട് കണ്ടോ? ഈ പറഞ്ഞ വനം വകുപ്പൊക്കെ ഏതോ വലിയ കൊലപാതക കേസിലെ പ്രതിയെ കൊണ്ടുവരുന്ന മട്ടാണ്. അത് കോടതിയിലേക്ക് പോയി, കോടതിയുടെ തൊട്ടിക്കളഞ്ഞു. വേടൻ ജാമ്യം കൊടുത്തു. ആ കേസ് തന്നെ നിലനിൽക്കുമെന്ന് അറിയില്ല. കാര്യം അത് പുലിപ്പല്ലാണോ പുലിനകമാണോ പുലിയുടെ വേറെന്തെങ്കിലും ആണോ എന്ന് പോലും ഈ പറഞ്ഞ വനം വകുപ്പിനൊന്നും അറിയാതെ അതിങ്ങനെ എക്സൈസ് പിടിച്ച പുലിവാല് എന്ന മട്ടിൽ നിൽക്കുന്നു. ഇന്ന് ഈ പറഞ്ഞ ബെയിലിൻ ദാസിനെ കൊണ്ടുവരുന്ന ആ ദൃശ്യം ഒന്ന് കാണിക്കാവോ? നോക്ക്, വിതുമ്പുന്ന ബെയിലിൻ ദാസ്. പോലീസുകാർക്ക് അപ്പുറം പിടിക്കണ്ട, ബെയിലിന്റെ കയ്യിലും കാലിലും പിടിക്കണ്ട. ഇനി ഇതല്ല, നേരത്തെ വൈദ്യപരിശോധന കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വരുന്ന ദൃശ്യങ്ങൾ ഒരു VIP പരിഗണനയോടെയാണ് പോലീസുകാർ ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ വേടൊരു നീതിയാണ്, ഈ പറയുന്ന ബെയിലിന് വേറൊരു നീതിയാണ്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. പോട്ടെ, അത് അഡ്വക്കേറ്റ് ശ്യാമിലി പറയേണ്ട വിഷയമല്ല. അഡ്വക്കേറ്റ് ശ്യാമിലി, ഇന്നിപ്പോൾ ഈ പറയുന്ന ബെയിലിനെ റിമാൻഡ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി നീതി കിട്ടി എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അഡ്വക്കേറ്റ് ശ്യാമിലി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിമാൻഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ പ്രതിയെ കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ് എനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത്. എനിക്ക് നീതി കിട്ടി. എന്നോട് ചെയ്തതിനൊക്കെയുള്ള ഇത് ബാർ അസോസിയേഷനായാലും ബാർ കൗൺസിലായാലും അവരൊക്കെ ഉടനെ ആക്ഷൻ എടുത്ത് ആസ് എ ലോയർ കിട്ടാവുന്നത് കിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് കോടതിയുടെ പരിഗണനയിലുള്ള കാര്യം കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അതിപ്പോൾ എന്തായാലും റിമാൻഡായാലും ബെയിൽ അനുവദിക്കുന്നതായാലും അതിലൊന്നും എനിക്ക് യാതൊരുവിധ എതിരഭിപ്രായമില്ല. കോടതി എന്ത് തീരുമാനിച്ചാലും എനിക്കതിൽ മറ്റൊരു അഭിപ്രായവും ഇല്ല എന്നുള്ളതാണ്. കോടതി എന്ത് തീരുമാനിച്ചാലും ഞാനത് പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശ്യാമിലി, ഇത് ബാർ അസോസിയേഷനും ബാർ കൗൺസിലും ഒരു നിലപാട് സ്വീകരിച്ചത് ശ്യാമിലോട് കാണിക്കുന്ന എന്തെങ്കിലും ഒരു ദയാദാക്ഷിണ്യമാണെന്ന് ദൈവം ഇത് കരുതല്ലേ? അങ്ങനെ നിഷ്കളങ്കമാവില്ല. അത് കാരണം എന്താണെന്ന് അറിയാം. കാരണം ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടതുകൊണ്ടാണ്. അതിനകത്ത് വേറൊരു ഡിഫൻസും പറയാനില്ലാത്ത വണ്ണം, വേറൊരു പ്രതിരോധത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാനാവാത്ത വണ്ണം ശ്യാമിലിയുടെ മുഖത്ത് അത്രയും കനച്ചു കിടന്ന പാട് കേരളം ഒന്നാകെ ഞെട്ടിയതുകൊണ്ടും കേരളം കൂടെ നിന്നതുകൊണ്ടുമാണ്. അത് കാരണം ഈ പറയുന്ന സംഘടന എല്ലാ കാലത്തേക്കും ബെയിലിനോട് നിലപാട് സ്വീകരിക്കും, സ്വാധീനമുള്ള അഭിഭാഷകനോട് സ്വീകരിക്കും എന്നടുക്കൊരു ശ്യാമിലി കരുതല്ലേ? അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. എൻ്റെ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും എന്നോടൊപ്പം നിന്നു. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ അവർ എൻ്റെ കൂടെ നിന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ കേരള ജനത മൊത്തം കണ്ടതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവർക്കതിലൊരു ന്യായമുണ്ട് എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ അസോസിയേഷനും ബാർ കൗൺസിലും ഒക്കെ എൻ്റെ കൂടെ തന്നെ നിന്നത് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ പിന്തുണയോ അങ്ങനെ ഒന്നുമല്ല. ഇതിനെ ആരും തന്നെ ഒരിക്കലും ഈ ഒരു കാര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുക. അതിപ്പോൾ തന്നെ പലരും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു കുറ്റം നടന്നു, അത് കുറ്റം ചെയ്ത ആൾ സമ്മതിക്കുകയും ചെയ്തു, അതിനുള്ള നടപടി. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ ഏതോ ആയിക്കോട്ടെ, ഇതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. ഈ പറയുന്ന എനിക്കും ഒരു രാഷ്ട്രീയം ഇല്ലാത്തതാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടുള്ള ആളല്ല. പക്ഷേ എല്ലാവരും ഒരുമിച്ച്, എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും ഒരുമിച്ച് എനിക്ക് വേണ്ടി നിന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒരു വേർതിരിവ് ഞാൻ കാണുന്നില്ല. പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന അതേ ആക്റ്റീവ് മെമ്പർ ആയിരുന്നു. അതിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അതിലെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സംഘടന മൊത്തത്തിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് അവർ ഭയങ്കര എതിരാണ് എന്ന് അങ്ങനത്തെ ഒരു അഭിപ്രായമല്ല. ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് നിൽക്കുന്നു.
അഡ്വക്കേറ്റ് ശ്യാമലിക്ക് എന്തെങ്കിലും റിസർവേഷനോ എന്തെങ്കിലും ഭയമോ പിടിയിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ടാന്ന് പറയുകയാണ്. കാര്യം എന്താണെന്നറിയോ? അഡ്വക്കേറ്റ് ശ്യാമലിയുടെ മുഖത്തെ ചുവന്ന തിണർത്ത പാടുകൾ കണ്ട് കേരളം ഒന്നാ കൂടെ എന്നതാണ്. ഇനി എല്ലാ കാലവും കേരളം ഒന്നാ കൂടെ നിൽക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ശ്യാമലിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം, ഏതെങ്കിലും തരത്തിലുള്ള ലോസ്, ഏതെങ്കിലും തരത്തിലുള്ള ഒതുക്കലുണ്ടാവാൻ കേരളം അനുവദിക്കില്ലെന്നേ. അല്ല, ഞാൻ ഒന്നിനെയും ഭയക്കുന്നില്ല എന്നാണ്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഞാൻ എന്തിനു ഭയക്കണം? എനിക്ക് ഭയക്കേണ്ടുന്ന ഒരു കാര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ക്രൈം നടന്നു, അതിൻ്റെ റെമഡിയാണ് എനിക്ക് ആവശ്യം. ഞാൻ നിൽക്കുന്ന എൻ്റെ ബാർ അസോസിയേഷനും ബാർ കൗൺസിലും അതിന് എനിക്ക് ആവശ്യമായൊരു റെമഡി അവർ തന്നു. ഇനി അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യം കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് എൻ്റെ ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അഡ്വക്കേറ്റ് ബെയിലിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അഡ്വക്കേറ്റ് ബെയിലിന്റെ ഒരു പശ്ചാത്തലം ചോദിച്ചാൽ ഒരു മോശപ്പെട്ട അഭിഭാഷകൻ എന്തായാലും ബെയിലിന് വേണ്ടി ഹാജരാവാൻ തരമില്ല. അത് നടക്കട്ടെ. ഇപ്പോൾ ശ്യാമലിയും ഒരു നിയമ പോരാട്ടത്തിന്റെ വഴിയിൽ തന്നെയാണ്. പക്ഷേ ശ്യാമലി അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന നീതി കിട്ടി എന്നതും റിമാൻഡ് എന്ന് പറഞ്ഞ നീതി കിട്ടി എന്ന് പറയുന്ന ഒരു മരീചികയാണ്, ഒരു മിറാഷാണ്. അതിനപ്പുറം കുറച്ചു നാൾ കൂടി നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾ കൂടി ശ്യാമലി തയ്യാറെടുക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു ജൂനിയർ അഭിഭാഷകയ്ക്ക് ഈ അനുഭവം ഉണ്ടായിക്കൂടാ എന്നുറപ്പിക്കാനുള്ള ബാധ്യത കൂടി താങ്കൾക്കുണ്ട് എന്ന് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് ശ്യാമലി? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു പോരാട്ടമോ ഇതൊരു മത്സരമോ ഒന്നുമല്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിന് ഈ പറഞ്ഞതുപോലെ അതിന് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും, ഈ ഫീൽഡിലെന്നല്ല, ഒരു ഫീൽഡിലുള്ള ആർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. ഇത് ചെയ്തതിന് തക്കതായ ശിക്ഷ എന്താണോ അത് അദ്ദേഹത്തിന് കിട്ടട്ടെ. എനിക്ക് നീതി ലഭിച്ചു എന്ന് പറയുന്നത് ശരിക്കും സത്യസന്ധമായിട്ട് മനസ്സിൽ നിന്ന് പറയുന്ന കാര്യം തന്നെയാണ്. എനിക്ക് നീതി ലഭിച്ചു. ഇതുവരെ ഉള്ള കാര്യങ്ങളിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ ആരും എന്നെ വിളിച്ചിട്ട് പരാതി പിൻവലിക്കണമെന്നോ അല്ലെങ്കിൽ എന്നെ മറുത്തൊരു വാക്ക് പറയാം അങ്ങനെ ഒന്നും എനിക്ക് എതിരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയ ആണ്, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാകും. എന്ത് കാര്യം, നേരത്തെ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ അമ്മയെ തല്ലി എന്ന് കേട്ടാലും രണ്ട് പക്ഷം പറയുന്ന ആൾക്കാരുള്ള നാടാണ്. എല്ലാ കാര്യത്തിലും അതുണ്ട്. അതുകൊണ്ട് അതിനൊന്നും വലിയ കാര്യമാക്കണ്ടാന്ന്. ഇപ്പോൾ ശ്യാമലിയുടെ മുഖത്ത് എന്തോ മേക്കപ്പ് ആണ്, ലിപ്സ്റ്റിക് ആണ് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ വായിച്ചായിരുന്നു. അതെ 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 അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഞങ്ങളുടെ കൂടെ ഉള്ള സഹപ്രവർത്തകർ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവർക്ക് മേക്കപ്പ് ആണെന്നൊക്കെ തോന്നുവാണെങ്കിൽ എനിക്കറിയില്ല അവരുടെ മനസ്സ് എത്രത്തോളം ആണെന്ന്. പിന്നെ പറഞ്ഞു കേട്ടതൊക്കെ വെച്ചിട്ട് ഡിഫൻസിന് എന്ത് വേണമെങ്കിലും പറയും. അപ്പോൾ ഓരോരുത്തരും ഓരോ കഥ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് പ്രതികരിക്കാനില്ല. ഇത് ലിപ്സ്റ്റിക്കാണ്, ഇത് മേക്കപ്പ് ചെയ്തതാണ്, ചിരിക്കുമ്പോൾ ഈ പാട് കാണുന്നില്ല, ചിരിക്കാതിരിക്കുമ്പോൾ പാട് കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനും പോയി ഓരോ മേക്കപ്പ് ചെയ്തിട്ട് വന്നിരിക്കുക. എനിക്കിതിലൊന്നും ഇതൊക്കെ മറുപടി പോലും അർഹിക്കാത്ത ആരോപണങ്ങൾ. വെറും എൻ്റെ മനസ്സ് വേദനിക്കട്ടെ എന്ന് ചിന്തിച്ച് അവർക്ക് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരുടെ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. ഇതിനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പറഞ്ഞോട്ടെ, മേക്കപ്പ് ആണെങ്കിൽ മേക്കപ്പാണ്, അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇത് മേക്കപ്പാണ്, അവരങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ, അതിലെനിക്ക് യാതൊരുവിധ പരാതിയില്ല. താങ്ക് യു ശ്യാമലി. എന്തായാലും മുന്നോട്ടേക്ക് പോകൂ. പോരാട്ടമല്ല എന്ന് ശ്യാമലി പറയുമ്പോൾ തന്നെയും അത് പോരാട്ടമാണ്. അത് ശ്യാമലിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല. അത് ഏതെങ്കിലും മേഖലയിലൊക്കെ, അത് അഭിഭാഷക മേഖലയിൽ മാത്രം, ഏതെങ്കിലും മേഖലയിലൊക്കെ അത്തരത്തിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു പ്രചോദനമൊക്കെയാണ്. ആ പോരാട്ടത്തിൽ അവസാനം വരെ പോകൂ. സർവ്വവിധ പിന്തുണയും.